ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടും വളരെ വേഗത്തിലും എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ റിയാക്ഷൻ ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡ്സിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കെമിക്കൽ റിയാക്ഷൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു ആൽഡിഹൈഡ് എടുത്തു, മറ്റൊരു കീറ്റോണും എടുത്തു. CH3CHO എന്ന ആൽഡിഹൈഡ്, CH3COCH3 എന്ന കീറ്റോൺ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആൽഡിഹൈഡിലേക്ക് ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്തു. ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ അവിടെ സിൽവർ, മെറ്റാലിക് സിൽവർ അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടോളൻസ് റിയേജൻറ്റ് ക്യാൻ ആക്ട് ആസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇറ്റ് ഓക്സിഡൈസസ് ആൽഡിഹൈഡ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. ഈ ആൽഡിഹൈഡിനെ ഈ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ടോളൻസ് റിയേജൻറ്റ് ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ ഈ ടോളൻസ് റിയേജൻറ്റിലെ സിൽവർ ഫ്രീ ആവും. അപ്പോൾ അവിടെ ഒരു മിറർ പോലെ നിൽക്കും, ഒരു മിറർ ടെസ്റ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും, സിൽവർ മിറർ ടെസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് അത് ആൻസർ ചെയ്യുന്നുണ്ട് ആൽഡിഹൈഡ്. അതേ സമയത്ത് കീറ്റോൺ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന ഒരു കെമിക്കലല്ല. അതുകൊണ്ട് തന്നെ നോക്കണേ, ടോളൻസ് റിയേജൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വെരി ഈസിയാണ്. ആൽഡിഹൈഡും കീറ്റോണും ഒരു ടെസ്റ്റ് ട്യൂബിൽ ആൽഡിഹൈഡും എടുക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ കീറ്റോണും എടുക്കുക, രണ്ടിലേക്കും ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. ഏതിലാണോ റിയാക്ഷൻ നടക്കുന്നത് അഥവാ സിൽവർ മിറർ അപ്പിയർ ചെയ്യുന്നത് അത് ആൽഡിഹൈഡും, റിയാക്ഷൻ നടക്കാത്തത് കീറ്റോണും ആയിരിക്കും. ക്ലിയർ? ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, CH3CHO. CH3CHO എന്ന് പറയുന്ന ആൽഡിഹൈഡിനെ നമുക്ക് CH3CH2OH പ്രൈമറി ആൽക്കഹോളും ഈത്തൈനും ആക്കി മാറ്റണം. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ CH3CHO എന്ന് പറയുന്നതിനെ CH3CH2OH ആക്കി മാറ്റുമ്പോൾ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. നോക്ക്, ഇവിടെ ഒരു എച്ചും ഇവിടെ ഒരു എച്ചും വന്നു കഴിഞ്ഞാൽ CH2OH ആയി, ആൽക്കഹോളായിട്ട് മാറി. അപ്പോൾ ഹൈഡ്രജൻ അവിടെ ആഡ് ചെയ്താൽ മതി, റിഡക്ഷൻ നടത്തിയാൽ മതി. അത് നമുക്ക് ഏത് റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്യാം. ഇപ്പോൾ കാറ്റലിറ്റിക് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആയിട്ടുള്ള നിക്കൽ ബാർ ഹൈഡ്രജനോ അല്ലെങ്കിൽ പലേഡിയം ബാർ ഹൈഡ്രജനോ പ്ലാറ്റിനം ബാർ ഹൈഡ്രജനോ അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ, ഇതിൽ ഏത് റെഡ്യൂസിങ് ഏജൻറ്റ് എടുത്തു കഴിഞ്ഞാലും വി വിൽ കൺവേർട്ട് ആൽഡിഹൈഡ് ഇൻറ്റു ഇറ്റ്സ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അതേ സമയത്ത് ഈ ആൽഡിഹൈഡിനെ ആൽക്കൈൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നോക്ക്, ഇവിടുത്തെ ഈ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് അവിടെ 2 ഹൈഡ്രജൻ വരണം. ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ. ഓക്സിജൻ റിമൂവ് ചെയ്ത് ഹൈഡ്രജൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സ്പെഷ്യൽ റിയേജൻ്റ് ആണ് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl. സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl എടുത്തു കഴിഞ്ഞാൽ കാർബണൈൽ കാർബണിലെ ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് അവിടെ 2 ഹൈഡ്രജൻ ഫില്ല് ചെയ്യപ്പെടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലമൻസൺസ് റിഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ക്ലമൻസൺസ് റിഡക്ഷൻ എന്താണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്ലമൻസൺസ് റിഡക്ഷൻ. ഇനി മറ്റൊരു റിയാക്ഷനും കൂടി ഉണ്ട്. ക്ലമൻസൺസ് റിഡക്ഷൻ മാത്രമല്ല ഈ കാർബണൈൽ ഗ്രൂപ്പിലെ ഓക്സിജനെ മാറ്റിയിട്ട് അവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈഡ്രാസിൻ ഇൻ പ്രസൻസ് ഓഫ് ബേസ് KOH എടുത്തു കഴിഞ്ഞാലും ദ സെയിം റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നത് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്നുള്ളതാണ്. ഇത് ആൽഡിഹൈഡിൽ മാത്രമല്ല നടക്കുക, അത് കീറ്റോണിലും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ കീറ്റോണിൽ നിങ്ങൾ നോക്ക്, നോർമൽ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തതിനാൽ സെക്കൻഡറി ആൽക്കഹോളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൽഡിഹൈഡിൽ നോർമൽ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ നോക്ക്, നോർമൽ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾ. ഇനി ഇങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ക്ലമൻസൺസ് റിഡക്ഷൻ നടത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രാസിൻ ഇൻ പ്രസൻസ് ഓഫ് ബേസ് യൂസ് ചെയ്താൽ മതി. അത് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് എത്തനോയിക് ആസിഡ് ഇൻ ടു എത്തനോൾ. എത്തനോയിക് ആസിഡിനെ എങ്ങനെ എത്തനോൾ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH ആണ്. രണ്ടിലും 2 കാർബൺ ആറ്റം വീതമുണ്ട്.
പിന്നെ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഓക്സിജനെ മാറ്റിയിട്ട് 2 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് കൺസിഡേർഡ് ആസ് റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾസോ ബി കൺസിഡേർഡ് ആസ് റിഡക്ഷൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നോക്ക്, ഈ ഓക്സിജനെ മാറ്റിയിട്ട് ഒരു 2 ഹൈഡ്രജൻ കൊണ്ടുവരണം. നമ്മൾ ചെയ്യുന്നത് ഓക്സിജനെ റിമൂവ് ചെയ്ത് അവിടേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റിയേജൻ്റാണ്, നോക്ക് റിഡക്ഷൻ ആണ് നടക്കുന്നത്, റെഡ്യൂസിങ് ഏജൻ്റ് എടുക്കുന്നത്. അതിനുള്ള റെഡ്യൂസിങ് ഏജൻ്റാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡിനെ കറസ്പോണ്ടിങ് ആൽക്കഹോളാക്കി മാറ്റാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, ഇതൊക്കെ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫറെൻറ്റ് ഇയറുകളിലായിട്ട് ചോദിച്ചത്. വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനുകളുടെ ക്രക്സിലേക്ക് മാത്രം കടന്ന് സംസാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ചെയ്യാതെ എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അതിനെ ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്ന ഫോർമാറ്റിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കണേ, പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ട്, CH3CH2 COOH, മെത്ത് എത്ത് പ്രൊപ്പ്, 3 കാർബണായിട്ടുള്ള ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡിനെ എങ്ങനെ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡാക്കി മാറ്റാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പ്രൊപ്പനോയിക് ആസിഡിനെ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവിടെ നോക്കണേ, 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ COOH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബണാറ്റാണല്ലോ ആൽഫ, രണ്ടാമത്തതല്ലേ ബീറ്റ. ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചത് ഇത്രയാണ്, കാർബോക്സിലിക് ആസിഡിന് എങ്ങനെ ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എക്സാമിന് ഒന്നുണ്ടായിരുന്ന പ്രൊപ്പനോയിക് ആസിഡിനെ എങ്ങനെ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ചെയ്യുന്നത്. നോക്കേ, ഞാൻ പ്രൊപ്പനോയിക് ആസിഡ് എടുത്തു, 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് എഴുതി, അഥവാ ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡായിട്ട് നമ്മൾ എഴുതി. അതിനൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസാണ്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ അഥവാ HVZ റിയാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാർബോക്സിലിക് ആസിഡിൻ്റെ കൂടെ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എടുത്താൽ മതി. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് HVZ റിയാക്ഷൻ അഥവാ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇനി അടുത്ത കേസ് നോക്കണേ, ടൊളീനെ എങ്ങനെ ബെൻസോയിക് ആസിഡാക്കി മാറ്റാമെന്നുള്ളതാണ്. ടൊളീനെ ബെൻസോയിക് ആസിഡാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബെൻസിൻ റിങ്, ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിലെ അഥവാ അതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിൻ്റെ മുകളിലുള്ള ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ, ഒന്നാമത്തെ കാർബൺ ഒന്നാമത്തെ ഹൈഡ്രജൻ. ഈ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, irrespective of the nature of the group present on alpha carbon atom, if we use best oxidizing agent, it directly converted it into its corresponding carboxylic acid എന്നുള്ളതാണ് നമ്മൾ സാധാരണ സംസാരിക്കാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജനമെങ്കിലും ഉണ്ടെങ്കിൽ, ആൽഫ കാർബണിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജൻ ആറ്റമെങ്കിലും ഉണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ KMnO4 K2Cr2O7 CrO3 ഏതെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ directly converted to corresponding carboxylic acid irrespective of the nature of the carbon atom, irrespective of the nature of the group present on alpha carbon atom, it directly converted to carboxylic acid എന്നാണ് പറയാറുള്ളത്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ കൊടുക്കുന്നത്. നോക്ക്, ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. നോക്ക്, ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ അവിടെ പ്രസൻ്റ് ആണോ, നമ്മൾ KMnO4 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ directly converted to its corresponding carboxylic acid. Clear? Next question. Phenols are less acidic than that of carboxylic acid. Why എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫീനോള് അതർ കാർബോക്സിലിക് ആസിഡിനേക്കാൾ അസിഡിറ്റി കുറവാണ്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് നമുക്ക്, ഈ ഫീനോള് അസിഡിക് ആവാൻ കാരണം ഇവിടെ H+ ഉണ്ട്, O- ഉണ്ട്. ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ആ H+ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യും, അസിഡിറ്റി കൂടും. അതേപോലെ തന്നെയാണ് കേട്ടോ അസറ്റിക് ആസിഡ്. ഞാനൊന്ന് വൃത്തിയിൽ എഴുതിയെന്ന് മാത്രം. CH3COOH, O- H+ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടുത്തെ അസിഡിറ്റി തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഈ ഫീനോക്സൈഡ് അയോണിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹിയർ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ റെസൊണൻസ്. ഇവിടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷനുള്ള
പോസിബിലിറ്റി ഉണ്ട്. ആ ഫീനോക്സൈഡ് അയോൺ മോർ സ്റ്റേബിൾ ആണ് ത്രൂ റെസണൻസ്. അപ്പോൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈ കാർബൺ ആറ്റത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുന്നത് കൊണ്ട് ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറയുകയും എച്ച് പ്ലസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയും എച്ച് പ്ലസിന് ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും ചെയ്യും. അതുവഴിയാണ് അതിന് അസിഡിറ്റി കൂടുന്നത്. എന്നാൽ അസറ്റിക് ആസിഡിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസിലെ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഈ സിഒയിലെ ഡബിളി ബോണ്ടഡ് ഓക്സിജനും തമ്മിൽ എഫക്റ്റീവ് ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. ഈ ഹൈലി എഫക്റ്റീവ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത് കാരണം ഫീനോൾ ലെസ് അസിഡിക് ആണ് ആസ് കമ്പയർഡ് ടു അതർ കാർബോക്സിലിക് ആസിഡ്. ക്ലിയർ? ഫോമിക് ആസിഡ് അസറ്റിക് ആസിഡിനേക്കാൾ മോർ അസിഡിക് ആണ്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ഞാൻ എഴുതുന്നില്ല, ആ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത്. നിങ്ങളിവിടെ കൂടുതൽ എഴുതിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അതിൻ്റെ ആ ക്രക്സ് മാത്രം എടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഫോമിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ദാറ്റ് ഓഫ് അസറ്റിക് ആസിഡ്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിങ്ങനെ നോക്കുക, ഇത് ഫോമിക് ആസിഡ് HCOOH, ഇത് CH3COOH, ഇത് അസറ്റിക് ആസിഡ്. 5 to 8% അസറ്റിക് ആസിഡിനെയാണ് കേട്ടോ വിനെഗർ എന്ന് വിളിക്കുന്നത്. അത് ഓർമ്മ വേണേ. ഇത് ഫോമിക് ആസിഡ്, ഇത് അസറ്റിക് ആസിഡ്. ഇനി നോക്കണേ, ഫോമിക് ആസിഡിന് അസിഡിറ്റിക്ക് കാരണം O- H+ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അത് കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും, അത് കുറഞ്ഞു കഴിഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി കൂടും. ഹിയർ ഓൾസോ പെർഫെക്റ്റ്. ഇനി പറയുന്നത് എന്താ? ഫോമിക് ആസിഡിനാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി, ആരേക്കാളും? അസറ്റിക് ആസിഡിനേക്കാളും. അതിന് കാരണം ശരിക്കും ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കണേ, ഇവിടെ നോക്ക്, ഈ CH3 ഗ്രൂപ്പില്ലേ, ഈ CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ അങ്ങോട്ടേക്ക് കൊടുക്കും. ഈ CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, അസിഡിറ്റി കുറയും. ക്ലിയർ? അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഹൈഡ്രജൻ ആണോ കാർബൺ ആണോ മോർ ഇലക്ട്രോണെഗറ്റീവ്? കാർബൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ട് വലിക്കും, ഇത് ഇങ്ങോട്ട് വലിക്കും, ഇത് ഇങ്ങോട്ട് വലിക്കും. വലിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, അത് സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ദാറ്റ് മീൻസ് അവിടെ ഒരു +I ഇഫക്റ്റ് CH3 ഗ്രൂപ്പ് കൊടുക്കും. അതേ സമയത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റിംഗ് ത്രൂ സിഗ്മ ബോണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുകയാണെങ്കിൽ +I എഫക്റ്റ്, വാങ്ങുകയാണെങ്കിൽ -I എഫക്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചോ. ഇനി നോക്ക്, ഇതിൻ്റെ കേസിൽ അങ്ങനെ +I എഫക്റ്റ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി ഫോമിക് ആസിഡിന് കൂടുകയും ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ 5 to 8% അസറ്റിക് ആസിഡാണ് വിനെഗർ, നമ്മൾ എഡിബിളാണ്, കഴിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ ആൻഡ് സ്റ്റിങ്ങിൽ, അതേപോലെ ബി സ്റ്റിങ്ങിൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കുത്തി അതൊരു സ്റ്റിങ് അല്ലേ നമ്മളെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുക. ആ കുത്തിയിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പുകച്ചിലല്ലേ ഉണ്ടാവാറുള്ളത്. ആ പുകച്ചിലിന് കാരണം എന്താണെന്നറിയോ? ഫോമിക് ആസിഡാണ് അതിൻ്റെ അകത്തുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ഫോമിക് ആസിഡാണ്, അതിന് ഇത്തിരി അസിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ആ പുകച്ചിൽ നന്നായിട്ട് കൂടാൻ കാരണം. ക്ലിയർ? ബെൻസോയിക് ആസിഡിനെ എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബെൻസോയിക് ആസിഡിനെ എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാം? ദാറ്റ് മീൻസ് COOH ഗ്രൂപ്പിനെ CHO ആക്കി മാറ്റുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ബെൻസോയിക് ആസിഡ് എടുക്കുക, അതിനെ SOCl2 വെച്ച് ട്രീറ്റ് ചെയ്യുക. SOCl2 ഈസ് ആൻ ഹാലജനേറ്റിംഗ് ഏജൻറ്റ്. OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ക്ലോറിനെ കൊണ്ടുവരുന്നതാണ് SOCl2. അപ്പം നിങ്ങൾ നോക്ക്, ഇത് COCl അഥവാ ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറി. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ റോസൻമൺസ് റിഡക്ഷൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്. പലേഡിയം ബാർ ഹൈഡ്രജൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു Cl മാറിയിട്ട് അവിടെ ഹൈഡ്രജൻ വരും. അപ്പോൾ അതെന്തായിട്ട് മാറി? ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറി. ഈ റിയാക്ഷൻ നമുക്കറിയാം, റോസൻമൺസ് റിഡക്ഷൻ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയാണ്: കാർബോക്സിലിക് ആസിഡ് എടുക്കുക, SOCl2 വെച്ചിട്ട് അതിനെ ഹാൽജനേറ്റ് ചെയ്യുക, അതിനെ റോസൻമൺസ് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ബെൻസാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ക്ലിയർ? ഇത് എക്സാമിന് പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കണം. ദെൻ എന്താണ്
കാനിസാറോ റിയാക്ഷൻ എന്നും ചോദിക്കാറുണ്ട്. കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് വിച്ച് ഡു നോട്ട് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിനെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്തിയിട്ട് 2 പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലേറ്റ് അയോണും മറ്റൊന്ന് ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷനെയാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ എഴുതാൻ ഇവിടെ നോക്കേ. ഈ CHO ഗ്രൂപ്പ് നോക്കുങ്ങൾ. ഈ CHO ഗ്രൂപ്പിൻ്റെ ഈ കാർബൺ എല്ലാ കാർബണാറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയല്ലേ. അവിടെ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ടോ? ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബണാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ഈ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഇല്ല. ഹൈഡ്രജൻ ഇല്ലാത്ത ഏത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്ന് അതിൽ ഒരു പ്രൊഡക്റ്റ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലേറ്റ് അയോണും മറ്റൊന്ന് ആൽക്കഹോളും, ഒന്നിൽ ഓക്സിഡേഷനും മറ്റൊന്നിൽ റിഡക്ഷനും നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി നോക്ക് HCHOയിലും ഈ CHO ഗ്രൂപ്പ് വേറെ കാർബണായിട്ട് പോലും അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഇല്ല. ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് അണ്ടർഗോസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. ദാറ്റ് മീൻസ് വൺ ഓഫ് ദ മോളിക്യൂൾ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് അനദർ വൺ അണ്ടർഗോസ് റിഡക്ഷൻ. ഓക്സിഡേഷൻ നടന്ന സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലേറ്റ് അയോൺ ഉണ്ടാവും. റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ റിയാക്ഷനെയാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാരണവശാലും ഇത് മനസ്സിലാക്കാതെ എക്സാമിന് പോകരുത്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളമാണ്. അടുത്ത് നോക്കേ. ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ട്. ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് അത് മോർ അസിഡിക് ആണ് ദാൻ ദാറ്റ് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റീസൺ എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് O- H+ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് അസിഡിറ്റിയെ തീരുമാനിക്കുന്നത്. അതിൽ ഡൗട്ടൊന്നുമില്ല. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് വരും. അവിടെ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസേഷനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കണേ, ഈ ക്ലോറിനില്ലേ ഇത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറയും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അപ്പോൾ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതുവഴി നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ദാറ്റ് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ്. കാരണം സിമ്പിളാണ്, -I എഫക്ട്. ഈ ക്ലോറിൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ട് വലിക്കല്ലേ ചെയ്തത്. ഏത് കൂടെ വലിച്ചത്? സിഗ്മ ബോണ്ട് കൂടെ. ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റിംഗ് ത്രൂ സിഗ്മ ബോണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് എഫക്ട്. അത് ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ -I എഫക്ട്, അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ +I എഫക്ട്. അപ്പോൾ -I എഫക്ട് ക്ലോറിൻ കാണിച്ചത് കാരണം ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ദാറ്റ് ഓഫ് നോർമൽ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി കൂടും. ക്ലിയർ? ദാൻ ദാറ്റ് ഓഫ് ഏതിനേക്കാളും? ഈ സാധനത്തിനേക്കാളും. ക്ലിയർ അല്ലേ? ദെൻ CH3CH2COOH ഉണ്ട്, പ്രൊപ്പനോയിക് ആസിഡ്. ഈ പ്രൊപ്പനോയിക് ആസിഡിനെ നമുക്ക് CH3CH3 ആക്കിയിട്ട് മാറ്റണം. അതേപോലെ തന്നെ CH3CH2CH2CH3 ആക്കി മാറ്റണം. നിങ്ങളിങ്ങനെ നോക്കുക, 1, 2, 3 കാർബണുള്ള കാർബോക്സിലിക് ആസിഡിനെ 2 കാർബണുള്ള ആൽക്കെയിൻ ആക്കിയിട്ട് മാറ്റണം, 4 കാർബണുള്ള ആൽക്കെയിൻ ആക്കിയിട്ട് മാറ്റണം. ഇത് ആദ്യം 2 കാർബണായിട്ടുള്ള ആൽക്കെയിനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു നോക്കുക. ഇതിൽ നോക്ക് CH3CH2COOH, ഇത് CH3CH3. നിങ്ങളിങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കിയാൽ ഇതിന്ന് ഈ CO2, ദാറ്റ് മീൻസ് ഈ CO2 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ആ CO2 പോയാലേ CH3CH2H CH2CH3 അല്ലേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീകാർബോക്സിലേഷനാണ് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൊപ്പനോയിക് ആസിഡിൽ നിന്ന് ഈത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡീകാർബോക്സിലേഷൻ നടന്നാൽ മതി. ഡീകാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ നടന്നാൽ മതി. ഇനി അത് നടത്താൻ 2 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ കാർബോക്സിലിക് ആസിഡിനെ ആദ്യം NaOH വെച്ച് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലേറ്റ് അയോൺ ആക്കി മാറ്റുക. ഈ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലേറ്റ് അയോണിനെ സോഡ ലൈം വെച്ച് ഹീറ്റ് ചെയ്യുക. സോഡ ലൈം എന്ന് പറഞ്ഞാൽ എന്താ? NaOHൻ്റെയും COൻ്റെയും ഒരു മിക്സ്. അതിനെ വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് Na2CO3 ആയിട്ട് പോകും.
അപ്പോൾ നോക്ക്, ബാക്കി CH3CH2 എച്ചും കമ്പൈൻ ചെയ്തിട്ട് CH3CH3 പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഡീകാർബോക്സിലേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കൈൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാലോ, കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമുക്ക് ഈവൻ നമ്പർ ഓഫ് കാർബണായിട്ടുള്ള ആൽക്കൈനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ നടത്താറുള്ളത് കോബ്സ് ഇലക്ട്രോളിസിസാണ്. അപ്പോൾ കോബ്സ് ഇലക്ട്രോളിസിസ് വഴി ഏതും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബ്യൂട്ടൈനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വിച്ച് വൺ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ? ഇതിൽ ഏതാണ് കാനിസാറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? ഫോർമാൽഡിഹൈഡ് ഉണ്ട്, അസറ്റാൽഡിഹൈഡ് ഉണ്ട്, ബെൻസാൽഡിഹൈഡ് ഉണ്ട്. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ആൽഡിഹൈഡ് വിച്ച് ഡു നോട്ട് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോസ് കാനിസാറോ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. ഫോർമാൽഡിഹൈഡ് HCHO, അസറ്റാൽഡിഹൈഡ് CH3CHO, ബെൻസാൽഡിഹൈഡ് C6H5CHO. ഇനി നോക്ക്, ഈ CHO ഗ്രൂപ്പ് മറ്റൊരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൽ ആൽഫ കാർബൺ ഇല്ല, CHO മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർമാൽഡിഹൈഡ് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? കാനിസാറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി അടുത്ത് നോക്ക്, അസറ്റാൽഡിഹൈഡ്. ഈ അസറ്റാൽഡിഹൈഡ് നോക്ക്, ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ ആണ്. ഈ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ പ്രസൻറ്റാണ്, അപ്പോൾ അത് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല? കാനിസാറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഫോർമാൽഡിഹൈഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. എന്നാൽ ഇതിൻ്റെ കേസ് നോക്കുക, CHO ഗ്രൂപ്പ്. ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഈ കാർബണിൽ വേറെ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് അതും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? കാനിസാറോ റിയാക്ഷനിൽ. അപ്പോൾ കാനിസാറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് അസറ്റാൽഡിഹൈഡും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ആൾഡോൾ കണ്ടൻസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏതെന്ന് ചോദിക്കും. ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് വിച്ച് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് അസറ്റാൽഡിഹൈഡ് ആണ്. ഇത് വന്നപ്പോൾ ഒന്ന് പറഞ്ഞു തന്നല്ലോ കേട്ടോ. ആൾഡോൾ കണ്ടൻസേഷൻ, ആൾഡോൾ ഞാൻ പറഞ്ഞല്ലോ, ആൽഡിഹൈഡ് വിച്ച് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ when treated with a dilute NaOH, that means 10 to 20% NaOH, to form alpha beta unsaturated aldehyde or ketone, that is what is called aldol condensation. നമുക്ക് നോക്കാം. ആൾഡോൾ കണ്ടൻസേഷൻ നോക്ക്, ഒരു ആൽഡിഹൈഡ് എടുത്തു, അതിൽ ആൽഫ കാർബൺ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള 2 ആൽഡിഹൈഡ് എടുത്തിട്ട് ഡയല്യൂട്ട് NaOH അഥവാ 10 to 20% NaOHൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തപ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്തതെന്നറിയോ? ഒരു ആൽഡിഹൈഡ് എടുത്തു, CH3CHO. അടുത്ത ആൽഡിഹൈഡിൻ്റെ ആൽഫ ഹൈഡ്രജൻ ഇതിൻ്റെ ഈ ഓക്സിജൻ്റെ അടുത്ത് വരത്തക്ക രൂപത്തിൽ ഞാൻ എഴുതി. അവിടുന്ന് വാട്ടർ റിമൂവ് ചെയ്യും. ആൾഡോൾ കണ്ടൻസേഷൻ അല്ലേ, സിമ്പിൾ മോളിക്യൂളിൻ്റെ റിമൂവൽ അല്ലേ, ഇവിടെ റിമൂവ് ചെയ്യുന്ന വാട്ടറാണ്. ഇത് ഇവിടുന്ന് 2 ഹൈഡ്രജൻ ഇവിടുന്ന് ഒരു ഓക്സിജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനമാണ് ഇങ്ങനൊരു കോമ്പൗണ്ട്. ഇതിൻ്റെ പ്രത്യേകത നോക്കി, ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബണാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്, രണ്ടാമത്തെ കാർബണാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഫ്രം other aldehyde or ketone which containing alpha hydrogen when treated with a dilute NaOH. In dilute NaOH, that means 10 to 20% NaOH. Clear? Then അടുത്ത ക്വസ്റ്റ്യൻ, ഫീനോൾ ഉണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ട്. ഇവരെ രണ്ടുപേരും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫീനോളിന് കാർബോക്സിലിക് ആസിഡിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഇതവിടെ നോക്കണേ. രണ്ടിനെയും ഒരു രണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് രണ്ടിലേക്കും ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുക, ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? ഫീനോൾ ഉള്ളത് വയലറ്റ് കളറാവും, ബെൻസോയിക് ആസിഡ് ഉള്ളത് കളർലെസ് ആയിട്ട് നിൽക്കും. കാര്യം മനസ്സിലായോ? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫീനോൾ എടുക്കുക, മറ്റേ ടെസ്റ്റ് ട്യൂബിൽ ബെൻസോയിക് ആസിഡ് എടുക്കുക. രണ്ടിലേക്കും ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. ഏതിലാണോ കളർ ഉള്ളത്, വയലറ്റ് കളർ ഉള്ളത്, അത് ഫീനോളും, കളർ ഇല്ലാത്തത് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. അങ്ങനെയാണിത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ സയനൈഡിൻ്റെ CH3CN, ഈത്തൈൽ നൈട്രൈൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മീഥൈൽ സയനൈഡ് എന്നും വിളിക്കാം. CN വരുമ്പോൾ സയനൈഡായി, മീഥൈൽ സയനൈഡ്. നൈട്രൈൽ വരുമ്പോൾ N മാത്രമാണ്, അപ്പോൾ ഈ 2 കാർബൺ സ്പെസിഫൈ ചെയ്യണമെന്ന് മാത്രം. ഇതിനെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, CH3CN ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഈ 3 ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് അവിടെ OH ഗ്രൂപ്പ് കൊണ്ടുവരണം. നിങ്ങൾക്കറിയാലോ H2O+H+ എന്ന് പറയുമ്പോൾ അവിടെ H+ഉം OH- അല്ലേ. ഈ കാർബൺ ഈ CN നോക്ക്, ഇവിടെ ഇത് സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവാണ്. കാരണം നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇനി വാട്ടർ എടുക്കുമ്പോൾ H+ഉം OH- ആയിട്ടാണ് നിൽക്കുക. ആ H+ എവിടേക്ക് വരും? ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നൈട്രജൻ്റെ അടുത്തേക്കും. OH- എവിടേക്ക് വരും? കാർബണിൻ്റെ അടുത്തേക്ക് വരും. ഇവിടെ 3 ബോണ്ട് ഉണ്ട്. 3 ബോണ്ടും അങ്ങോട്ട് ബ്രേക്ക് ആവും. 3 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ 3 OH ഗ്രൂപ്പും ഇവിടെ 3 ഹൈഡ്രജൻ വരും. അപ്പോൾ ഇത് അമോണിയ ആയിട്ട് പോകും. 3 OH ഗ്രൂപ്പിനെ ഒരുമിച്ച് ഒരു കാർബൺ സഹിക്കില്ല. അയാൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടുന്ന് ഒരു OH H+ ആയിട്ടും ഇത് OH- ആയിട്ടും വാട്ടറിനെ റിമൂവ് ചെയ്യും. ബാക്കി ആരാണ്ടാവുക? CH3C. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടായി OH. അപ്പോൾ എന്തായിട്ട് മാറി? CH3CO OH. ദാറ്റ് മീൻസ് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. കൺവേർട്ടായില്ലേ? സിമ്പിളാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. ഇതിനിങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ ഹൈഡ്രോളിസിസ് H2O+H+ എന്ന് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ അതിൻ്റെ മെക്കാനിസം ഡീറ്റെയിൽ ചെയ്തു എന്ന് മാത്രം. ക്ലിയർ? അടുത്ത് നോക്കണേ, ഞാൻ ടൊളീൻ എടുത്തേ. ടൊളീനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റണം, ബെൻസോയിക് ആസിഡാക്കി മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആൽഫ ഹൈഡ്രജൻ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള KMnO4 എടുത്താൽ മതി. ഇനി ഇത് ആസിഡിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആൽഡിഹൈഡ് ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ആൽഡിഹൈഡ് ആണ് ഏതിലേക്ക് ലീഡ് ചെയ്യുന്നത്? ആസിഡിലേക്ക്. ഇനി അങ്ങനെ ആൽഡിഹൈഡിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ഈ ആൽഡിഹൈഡ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻസ് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അൺഹൈഡ്രസ് CrO3. മറ്റൊന്നാണ് PCC, പിരിഡീനിയം ക്ലോറോ ക്രോമേറ്റ്. മറ്റൊന്നാണ് CrO2Cl2, എറ്റാഡ്സ് റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഏതെടുത്തു കഴിഞ്ഞാലും റിയാക്ഷൻ ആൽഡിഹൈഡിൽ നിൽക്കും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇത്രയാണ്: ഹൗ വിൽ യു കൺവേർട്ട് എ ടൊളീൻ ഇൻ ടു ബെൻസാൽഡിഹൈഡ്? നമുക്ക് 3 റിയേജൻറ്റിൽ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ആവും. ഇനി 4മതൊരു റിയേജൻ്റ് കൂടി ഉണ്ട്. അത് CrO3 അൺഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ എടുത്താലും മതി. CrO3 ഏതിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ എടുത്താലും മതി. ഏത് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാലും ഏതിൽ തന്നെ നിൽക്കും? ബെൻസാൽഡിഹൈഡിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ? ദെൻ നെക്സ്റ്റ്, ബെൻസീനെ എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബെൻസീൻ, ബെൻസാൽഡിഹൈഡ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു നോക്കുക. ഇവിടെ ഒരു H ഉണ്ട്, ഇത് CHO ആയിട്ട് മാറണം. ഇത് കാർബൺ, ഇത് ഹൈഡ്രജൻ. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? കാർബൺ. അപ്പോൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആര് ഹോൾഡ് ചെയ്യും? കാർബൺ ഹോൾഡ് ചെയ്യും. അപ്പോൾ H എന്തായിട്ടാണ് പോവുക? H+. അപ്പോൾ CHO എന്തായിട്ട് വരണം? CHO+. അങ്ങനെ വരുമ്പോൾ നോക്ക്, H+ന് പകരമായിട്ട് CHO+ വരണം. അപ്പോൾ CHO+ ഉണ്ടാക്കിയല്ലേ ചെയ്യേണ്ടത്? CHO+ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? CO ഇൻ പ്രസൻസ് ഓഫ് HCl എടുക്കും. അപ്പോൾ CHO ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ഈ Cl- ആരെങ്കിലും പിടിച്ചു വലിച്ചു പോയാൽ ഈ H+ ഇയാളെ കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? CHO+ ആയിട്ട് മാറും. ഈ Cl- പിടിച്ചു വലിക്കാൻ അൺഹൈഡ്രസ് AlCl3 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബെൻസീനെ COHCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗെറ്റർമാൻ കോച്ച് സിന്തസിസ്. അപ്പോൾ സിമ്പിളാണ്, ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാൻ കാർബൺ മോണോക്സൈഡും HCl ഏതിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ മതി? അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ മതി.